ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളതുപോലെ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളതുപോലെ എന്നും നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. കളരാതെ നിന്നാൽ, കളരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. രാത്രികാലം ാസോത്രം ഐക്യക്കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ാസോത്രം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപടത്തിൽ കടന്നു വരുവാൻ ഒരുവനാമകർത്താവ് സഹായിച്ച എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ാസോത്രം കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല എങ്കിലും ാസോത്രം ഇത്രയും ദൈവജനത്തെ അവിടുന്ന് കൂട്ടിവരുത്തുവാൻ വലിയവനാകുന്ന കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരെ ഓർമ്മിച്ചിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ പലതരമാകുന്ന പോരാട്ടങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ എന്നാലും ഹല്ലേലൂയ സ്തോത്രം വലിയവനാകുന്ന കർത്താവ് പിന്നെയും നമുക്ക് ഹല്ലേലൂയ അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ സ്തുതിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം ദൈവം തന്നതായ ഹല്ലേലൂയ സ്തോത്രം വചനപ്രകാരം ഹല്ലേലൂയ സ്തോത്രം അല്പസമയം അവന്റെ സന്നിധിയിലായിരിക്കാൻ വലിയവനായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം സഭയോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം അത് പ്രകാരമാണ്. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ കൂട്ടായ്മയ്ക്കായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ആയാലും ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ സാഹചര്യത്തിലായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ മുമ്പേ കടന്നു വന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദിവസത്തെ വായിച്ച് പ്രാർത്ഥിക്കണം. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം ഓരുകളെയും പോരാട്ടങ്ങളെയും എല്ലാം സാഹസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അതിൽ നമ്മുടെ ആരാധന ആരംഭിക്കുവാനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കടന്നു വന്ന ഹല്ലേലൂയ സ്തോത്രം എല്ലാം സെറ്റ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക ഹല്ലേലൂയ തുടങ്ങുകയല്ല. ഹല്ലേലൂയ മുമ്പേ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തി ദൈവത്തിനെ സ്തുതിച്ച് ഹല്ലേലൂയ സ്തോത്രം ദേശത്തെ വഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം നമുക്കെതിരായി നമ്മൾ പോരാടുന്നതായ എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും ഹല്ലേലൂയ സാഹസിച്ചു ബന്ധിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ അതിന് ശേഷം മാത്രമേ നമ്മുടെ ആരാധന ഒരുക്കം ഉള്ളവരായി തീരാവൂ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ചില ദിവസങ്ങളായി ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഹല്ലേലൂയ എന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്ന വാക്കാണ് ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ അത് ദേവദാസന്മാർ അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എതിരുകളെയും പോരുകളെയും ഹല്ലേലൂയ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഇന്ന് രാത്രികാലം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം സ്തോത്രം. കർത്താവേ രാജാക്കന്മാരുടെ ഈ രാജാക്കന്മാർ 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. ഇന്ന് രാത്രികാലം രാജാവിന്റെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രികാലം നമുക്കൊരു തിരുവഴുത്ത് വായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. അതാദൈവമേ വിശ്വസ്തനാകുന്ന കർത്താവേ, വചനമായ കർത്താവിന്റെ പാദത്തിൽ
മക്കൾക്ക് ആവശ്യമായ സന്നിധിയിൽ ഒന്നും മുഴുവാനില്ല. പറയുവാനില്ല. തരുന്നതായ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അനുരൂപമല്ലാത്ത ഓരോ വാക്കുകളും അതിൻ്റെതായ നാവിന്മേൽ കടന്നു വരുവാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ പ്രകാരം നമ്മൾ വായിച്ചു. ഇവയിൽ വച്ച് യഹോവ രാത്രിയിൽ സലോമോന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് സലോമോൻ പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ അപ്പനായ ദാവീദ് നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും കൃപാപരമാർത്ഥമായ കൂടെ നിന്റെ മുമ്പിൽ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തിരിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും വേദനകളും നിരാശകളും കടന്നു വരുമ്പോൾ വചനം പറയുന്നു ഒരിക്കലും നമ്മൾ പതറിപ്പോവാനല്ല. നമ്മുടെ വേദനകളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവൻ നമ്മളെ അതിന് വിടിവെക്കുവാനായിട്ട് കഴിയും. ഇന്ന് കാലം രാത്രികാലം ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രകാരം പറയുകയാണ്, നിന്റെ സന്നിധിയിൽ ഹൃദയ പരമാർത്ഥതയോടെ നടന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവന്റെ സന്നിധിയിൽ തകർന്നു പോകാതെ ഉലഞ്ഞു പോകാതെ ശത്രുവിന്റെ കണിയിൽ അകപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. അവന്റെ സന്നിധിയിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ശത്രു പലതരത്തിൽ നമ്മളെ വെല്ലുവിളിക്കും. എന്നാൽ ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ദൈവ കൃപ ഈ ദിവസങ്ങളിൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമേ ആത്മീകത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയൂ. വചനത്തിൽ വായിക്കുമ്പോൾ പ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളല്ല ആട്ടുകളോടും അധികാരങ്ങളോടും ആണെന്ന് വളരെ വ്യക്തമായി വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ നമുക്ക് ആത്മീകരായ നമുക്ക് പല പോരാട്ടങ്ങളും പല ഭാഗത്തു നിന്ന് കടന്നു വരും. തളർന്നു പോകാതെ പതറിപ്പോകാതെ ലജ്ജിച്ചു പോകാതെ ആ ദൈവകൃപ നമ്മൾ പ്രാപിക്കണം. നമ്മളെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി നമ്മൾ ദൈവത്തിന്റെ പാതകടത്തിൽ കടന്നു വന്നു. ദൈവത്തിന്റെ പ്രസാദമായ രീതിയിൽ ആ ദൈവകൃപ പ്രാപിപ്പാനോ ഇഷ്ടപ്രകാരം ആരാധ്യ മുന്നേറുവാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ജീവിതത്തിൽ പലതരമാകുന്ന കഷ്ടങ്ങളിൽ കൂടെയും ഭാരങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമുക്ക് ചൊവ്വെ പ്രാർത്ഥിക്കുവാനോ ചൊവ്വെ ആരാധിപ്പാനോ കഴിയേയില്ല. ജോലിക്കൊക്കെ കടന്നു പോയിട്ട് വന്ന് ക്ഷീണാവസ്ഥനായി നമ്മൾ സ്തോത്രം ഭവനത്തിലായിരിക്കും. ആ സമയത്ത് ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന് പ്രസാദമായ രീതിയിൽ നമുക്ക് പാടുവാനോ ആരാധിപ്പാനോ കഴിയേയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ നാളുകളൊന്നും നമ്മുടെ മധ്യത്തിൽ നമുക്കില്ല. ഉള്ള നാളുകളിൽ ദൈവത്തെ ശക്തമായി ആരാധിച്ച് ദൈവകൃപ പ്രാപിച്ച് സത്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇടയാകണം. ഒരു ദൈവദാസി ബാംഗ്ലൂരിൽ ശുശ്രൂഷ കഴിഞ്ഞ് കടന്നു വന്നപ്പോൾ സ്തോത്രം
ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ് അഞ്ജലി പോൾ. ഹല്ലേലൂയ നിങ്ങൾ പലരും ഹല്ലേലൂയ സ്തോത്രം മൊബൈലിൽ കൂടിയൊക്കെ അത് കേട്ട് കാണും, അറിഞ്ഞു കാണും. ഹല്ലേലൂയ ചില വർഷങ്ങളായി അവർ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ട്. ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഭർത്താവും ഭാര്യ ഹല്ലേലൂയ ശുശ്രൂഷകരാണ്. ഹല്ലേലൂയ സ്തോത്രം ഭാര്യ ബാംഗ്ലൂരിൽ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ഒരു വാഹനാപകടത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ആ മരിച്ച ഹല്ലേലൂയ സ്തോത്രം തീയതി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഫോട്ടോയും അവരുടെ ശുശ്രൂഷയൊക്കെ ഹല്ലേലൂയ സ്തോത്രം മൊബൈലിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ ശുശ്രൂഷയിൽ ആ ദൈവദാസ് ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഒരു ദിവസമേ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചോളെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ആരാധന ദൈവത്തിന് പ്രസാദമായി തീരണം. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം ഹല്ലേലൂയ ആ ദൈവദാസി ഹല്ലേലൂയ സ്തോത്രം കത്തോലിക്ക സഭയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം അവരെ സാക്ഷിയൊക്കെ കേട്ടാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ തന്നെ കരഞ്ഞു പോകും. ഹല്ലേലൂയ സ്തോത്രം അവരെ ഹല്ലേലൂയ 4 പെൺമക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം ഇവരെ ഹല്ലേലൂയ സ്തോത്രം ആ ബാക്കി 3 പേരെയും അവരുടെ ഹല്ലേലൂയ സഭപ്രകാരമായി ഹല്ലേലൂയ കല്യാണം കഴിച്ചയക്കാനിടയായി. ഇവരെ അപ്രകാരം തന്നെയാണ്. ഇവരെ ഹല്ലേലൂയ മഠത്തിൽ കൊണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം അവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെ മഠത്തിൽ ഹല്ലേലൂയ അവരെ വചനം പഠിക്കുവാനാണ് കൊണ്ടാക്കിയത്. കാരണം ഹല്ലേലൂയ എങ്കിലും അവരെ നോയമ്പുകൾ കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ പ്രതിമയെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അവർക്ക് കൊടുക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ വിളിച്ചിറക്കി. ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. അവർ ഹല്ലേലൂയ സ്തോത്രം ദേശത്ത് അറിയപ്പെടുന്ന ഒരു ദൈവദാസിയായി മാറി. ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ അവിടെ വിട്ട് കടന്നു വന്നപ്പോൾ അവരുടെ കൂടെയുള്ള ഹല്ലേലൂയ സ്തോത്രം അവരുടെ കൂടെ മഠത്തിലായിരുന്ന സഹോദരിമാരൊക്കെ ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം 3 അല്ലെങ്കിൽ 6 മാസം ഹല്ലേലൂയ അവിടെ നിൽക്കൂ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ പറയട്ടെ, അവർ കടന്നു വന്നു. ഹല്ലേലൂയ ദൈവവചനവുമായി ഹല്ലേലൂയ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം അവരെ കൂടി കേൾക്കുവാൻ കഴിഞ്ഞത് ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ 10ഓളം രാജ്യങ്ങളിൽ അവർ ഹല്ലേലൂയ കടന്നുപോയി ശുശ്രൂഷ ചെയ്തതാണ്. ഹല്ലേലൂയ സ്തോത്രം അവരെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഞാൻ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ചർച്ചിലും ചില ആരാധന സമയത്തൊക്കെ സാക്ഷ്യത്തിനായി ഞാൻ പ്രകാരം പറയും. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ ഒരു ദിവസം ആരാധിച്ചോളെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായി തീരണം. ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്ന് എങ്ങനെയെങ്കിലും കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടി ദൈവദാസന്മാർ പറയുന്ന ഹല്ലേലൂയ വചനം കേട്ട് കടന്നു പോകുവാനല്ല, നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം എപ്രകാരം നമുക്ക് ദൈവസന്നിധി ആരാധിക്കാൻ കഴിയുമോ അപ്രകാരം ആരാധിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദം. ഹല്ലേലൂയ സ്തോത്രം മാത്രമല്ല ഹല്ലേലൂയ അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്റെ ചർച്ചിൽ ഇപ്രകാരം ഹല്ലേലൂയ സ്തോത്രം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം ഒരു കാഴ്ച കാണുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം ആ സഭയ്ക്കെതിരായി നിൽക്കുന്ന ഒരു കത്തോലിക്ക സഹോദരിയാണ്. ഏതാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ ഫ്രണ്ട് വാതിലിൽ കൂടി ഹല്ലേലൂയ അകത്തേക്ക് പ്രവേശിക്കുന്നതായ ഒരു കാഴ്ച എനിക്ക് കാണുവാനായിട്ട് ഇടയാക്കിയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം എപ്രകാരമാണ് ഹല്ലേലൂയ സ്തോത്രം അവൾ യാതൊരു കൂസലുമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ആ സഭയിലേക്ക് ആ സഭയെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ ആ സഭയെ ഹല്ലേലൂയ ഉന്മൂലനാശം വരുത്തുവാൻ ആദ്യം ശ്രമിച്ചു. ഹല്ലേലൂയ കടന്നു വരുന്നതായി കാണുവാൻ എനിക്കിടയായി. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആ സ്പോട്ടിൽ തന്നെ അവരോട് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഒരു കാഴ്ച എന്നെ കാണിച്ചു. ഹല്ലേലൂയ സ്തോത്രം അവരാരും ഏറ്റെടുക്കത്തുമില്ല, അവർ പ്രാർത്ഥിക്കത്തുമില്ല. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം ഓരോ ഹല്ലേലൂയ അളവിലും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സ്തോത്രം അതേതായ സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ
അറിയിക്കുന്നതായ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ വിഷയങ്ങളെ ഏറ്റെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അവിടെ മറുപടി തരുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തയോടെ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തിൽ ഹല്ലേലൂയ അനേകമാകുന്ന കുറവുകളും ഹല്ലേലൂയ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സന്നിധി ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സമാധാനം ചെയ്തുകൊണ്ട് അവന്റെ സന്നിധിയിൽ പിന്നെയും ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദൈവം അവനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് ഹല്ലേലൂയ ഈ നാളുകളിൽ മുന്നോട്ട് ജീവിപ്പാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് സമയം തന്ന ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഭാഗത്തിൽ നിന്ന് ഞാൻ കാണിക്കും. ദൈവം ഇന്ന് രാത്രി കാലം ആമേൻ വചനം പറഞ്ഞു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിനും അധികമായ നിലവാരത്തിലും കർത്താവ് തന്നെ കരങ്ങളിൽ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥിക്കാം. തന്നെ ഒരു ദൈവപ്രവൃത്തി തന്റെ കുടുംബത്തിൽ തന്റെ ദേശത്തിൽ തന്നെ കൂടി കർത്താവ് ചെയ്യേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശം പറയട്ടെ ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയുന്നത് ദൈവം തന്നെ മാനിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമേ പറഞ്ഞൊരു വാക്ക് ഹല്ലേലൂയ, ഞാനത് ഏറ്റെടുക്കുകയാണ്, ഞാനത് അംഗീകരിക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ദൈവവചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആമീൻ. നല്ലൊരു ഐക്യ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആമീൻ നമ്മൾ ആരും ആമീൻ നല്ലൊരു പിറകിൽ നിൽക്കുന്നവരല്ല, നമ്മളെല്ലാവരും ഒരു ഐക്യത നിൽക്കുന്നവർ, എല്ലാവർക്കും ഇതിനകത്തുള്ള ശുശ്രൂഷയുള്ളവരാണ്. അല്ലെങ്കിൽ ആരും ശുശ്രൂഷ ഇല്ലാത്തവർ, ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ എല്ലാവരും ദൈവപാദപീഠത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുമ്പോൾ എല്ലാവരും ശുശ്രൂഷകരാണ്. അല്ലെങ്കിൽ ഇതിനകത്തളങ്ങളിൽ ആമീൻ ഒരു കൊച്ചു പൊടി കുഞ്ഞ് ആമീൻ നമ്മളോട് ഒരു ദൂത് പറഞ്ഞാൽ ഒരു വെളിപ്പാട് പറഞ്ഞാൽ ആമീൻ അത് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ആമീൻ. ഹല്ലേലൂയ. അത് അംഗീകരിക്കണം. അതാണ് ഐക്യമായുള്ള പ്രാർത്ഥനയുടെ ആമീൻ ഐക്യത. ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ആമീൻ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു സഹോദരൻ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു. ആമീൻ ഇങ്ങനെ പറഞ്ഞു, ആമീൻ ഹല്ലേലൂയ ഐക്യ കൂട്ടായ്മ നടത്തുന്ന ആമീൻ ഹല്ലേലൂയ ബ്രദറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാതെയാണോ. ആമീൻ. അപ്പോൾ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഐക്യ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും അറിയത്തില്ല ബ്രദറെ. ഐക്യമായുള്ള പ്രാർത്ഥനയാണ് ഐക്യ കൂട്ടായ്മ. എല്ലാവരും ഒരുപോലെ ഉൾക്കൊണ്ട് ഒരേ മനസ്സോടെ ദേശത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഇടുവെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഐക്യമായുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇന്ന് കാലത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അവനവന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവനവന്റെ പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയും ഒക്കെയാണ് ഇന്നത്തെ പ്രാർത്ഥനകൾ നടക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വേദനകളെ അറിഞ്ഞ് അവരുടെ ക്രിസ്തുവിലേക്ക് കർത്താവ് കൊണ്ടുവരണമേ എന്ന് ഓർത്ത് കരയാൻ ആരുമില്ല എന്ന് ആ സഹോദരൻ ഒത്തിരി കാര്യങ്ങൾ പറയാനിടയായിട്ടുണ്ട്. ആമീൻ. ഇന്ന് രാത്രികാലവും ആമീൻ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. കാര്യം ആമീൻ ഹല്ലേലൂയ ആമീൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആമീൻ ഹല്ലേലൂയ പൗലോസ് അതിന്റെ 14-ാം അധ്യായത്തിന്റെ ആമീൻ 26-ാം വാക്യത്തിൽ പൗലോസ് ആമീൻ തന്റെ കൂടിവരവിൽ തന്റെ ജനത്തോട് പറയുന്ന ചില കാര്യങ്ങളെ ആമീൻ മുഖവരയായി നമുക്കൊന്ന് വായിച്ച് കേട്ടിട്ട് ആമീൻ ചില അല്ലെങ്കിൽ അല്പസമയം വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് വായിച്ചാൽ. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തർക്കുണ്ട് ആമീൻ ഉള്ളതാണ് പറയുന്നത്. അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ. ആമീൻ. ഇതെല്ലാം എന്തിനാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? എല്ലാവർക്കും പൊതുവിൽ തന്നിരിക്കുകയും ഇതെല്ലാം തന്നിരിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആത്മീകമായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ആ അടുപ്പത്തെ ആമീൻ വളർത്തിക്കൊണ്ടുവരുവാൻ, അവന്റെ മാർവോട് ചേർന്നിരിക്കാൻ ആമീൻ ഹല്ലേലൂയ സ്വർഗം നമ്മളിലേക്ക് കൈമാറിയ ഒരു വേദവാക്യമാണ് ഇവിടെ പൗലോസ് നമ്മളെ ഹല്ലേലൂയ ആമീൻ അവിടെ ഉദ്ധരിപ്പിച്ച് കേൾപ്പിച്ചത്. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ആമീൻ. ഐക്യമായുള്ള പ്രാർത്ഥന. കടന്നു വരുന്ന എല്ലാ ജനത്തിനും ശുശ്രൂഷയുണ്ട്. ആമീൻ. ഇത് ആമീൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നതല്ല. ആമീൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും വന്നിരിക്കുന്നു, ശുശ്രൂഷൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി, അധ്യക്ഷനായി നിൽക്കുന്ന ആ വ്യക്തി മാത്രമാണ് ശുശ്രൂഷകർ, മറ്റാരും ശുശ്രൂഷകരല്ല. ഇവിടെ പൗലോസ് പറയുന്നത് അതല്ല. നമ്മളെല്ലാവരും
എല്ലാവരും ഇതാണ് ശുശ്രൂഷകരാണ്. ആമീൻ. നമുക്ക് എല്ലാവർക്കും വെളിപ്പാടുകളും ദൂതുകളും ഹല്ലേലൂയ അന്യഭാഷകളും ആമീൻ പ്രവചനങ്ങളും ആമീൻ ഹല്ലേലൂയ വ്യാഖ്യാനങ്ങളും ആമീൻ ഉപദേശിക്കുവാനുള്ള ആമീൻ ഹല്ലേലൂയ കഴിവുകളും എല്ലാം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൂടുമ്പോഴാണ് ഐക്യമായുള്ള ഒരു പ്രാർത്ഥന. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവൻ ഒരുവൻ വെളിപ്പാട് കാണുമ്പോൾ ഒരുവൻ ദൂത് സംസാരിക്കും, ഒരുവൻ അവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരുവൻ വ്യാഖ്യാനിക്കും, ഒരുവൻ പ്രസംഗിക്കുമ്പോൾ ഒരുവൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഇതാണ് ഐക്യമായുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ അച്ഛൻ പറഞ്ഞതുപോലെ ആമേൻ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പോരായ്മയായിരുന്നു. ആമേൻ ഹല്ലേലൂയ നമ്മൾ തുടങ്ങുന്നതിന് മുൻപേ ദേശത്തെ ബന്ധിച്ച് ദേശത്തെ അന്ധകാരത്തെ തകർത്ത് ആമേൻ ഹല്ലേലൂയ ഒരു വാക്ക് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചതിനെ ബന്ധിച്ച് നമ്മൾ ആരാധന തുടങ്ങുന്നത് അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് ആമേൻ വളരെ ആമേൻ ബോധ്യമായി വാനിടയായി തോന്നുന്നു. അത് കർത്താവ് തനിക്ക് കൊടുത്ത വെളിപ്പാടാണ്. അത് ആമേൻ ഇന്ന് ആമേൻ രാത്രികാലം ഇവിടെ അത് താൻ പറഞ്ഞപ്പോൾ അത് നമ്മളെല്ലാവരും ഏറ്റെടുക്കുവാൻ ബാധ്യസ്ഥരാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. താൻ വലിയ പ്രവാചകനൊന്നുമല്ല, ആമേൻ വലിയ ആമേൻ ഹല്ലേലൂയ ഉപദേഷ്ടാവൊന്നുമല്ല, എങ്കിലും സ്വർഗ്ഗ അകത്തളങ്ങളിൽ കൊടുത്ത ആമേൻ ആ വെളിപ്പാടിനെ പൊതുവിൽ പറയുമ്പോൾ നമ്മളത് ഏറ്റെടുക്കാൻ ആമേൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആമേൻ. തുടർന്നും ആ കാര്യങ്ങളെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ആമേൻ ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് രാത്രികാലം ചില ആമേൻ ഹല്ലേലൂയ ഒരു വചനത്തിലേക്ക് കടന്നുപോയി ചില വാക്യങ്ങൾ വായിച്ച് ആമേൻ ഹല്ലേലൂയ അല്പസമയം നമുക്ക് ദൈവവചനം ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി പോകാൻ നിങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനാധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വ്യക്തിത്വങ്ങളെ അവിടെ ആമീൻ പ്രവാചകൻ എടുത്തു കാണിക്കുകയാണ്. ആമീൻ ദൈവത്തെ അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനെയും ദൈവത്തെ അറിയാത്ത ലോകപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചും ആമീൻ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. നമുക്ക് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ ആദ്യമേ ആമേൻ ഹല്ലേലൂയ പ്രവാചകൻ ആമേൻ തന്റെ ജനത്തോട് ആമേൻ ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ എന്നോട് പറയുന്നു നിങ്ങളോട് ഇങ്ങനെ പറയാൻ. യഹോവ എന്നോട് സംസാരിക്കുന്നു ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പ്രവാചകൻ ആത്മാവിൽ പറയുകയാണ് ആമേൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. അടുത്ത് പറയുകയാണ് ആമേൻ ലോകപരമായി ചിന്തിക്കുകയും ലോകപരമായി ജീവിക്കുകയും ആമേൻ ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് ആമേൻ ഇവിടെ ആമേൻ പ്രവാചകൻ ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അല്പം ആമേൻ ആരോഗ്യവും അല്പം സൗന്ദര്യവും അല്പം പണവും ആമേൻ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ പറയും ഞാനാണ് വലിയവൻ. ആമേൻ. അവൻ പറയും എന്നേക്കാൾ ശ്രേഷ്ഠൻ മറ്റൊരുവനില്ല. അല്ലെങ്കിൽ അവൻ പറയും എന്നേക്കാൾ ബലവാൻ മറ്റൊരുവനില്ല. അവൻ പറയും എന്നേക്കാൾ സൗന്ദര്യമുള്ളവൻ മറ്റൊരുവനില്ല. ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ലോകപരമായിരിക്കുന്ന ചിന്ത ഉള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വരുന്ന ചിന്തകളെ കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ ആമേൻ ദൂത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവന്റെ സൃഷ്ടാവിനെ മറന്നു പോകുകയാണ്. അവനെ ഉണ്ടാക്കിയവനെ അവൻ മറന്നു പോകുകയാണ്. ഹല്ലേലൂയ. അവൻ ജീവനുള്ള ദേഹിയാക്കി ഭൂമിയിൽ നിർത്തിയിരിക്കുന്നവനെ അവൻ മറന്നു പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവന് സംവത്സരങ്ങളെ അവൻ എഴുതി കുറിച്ചു കൊടുത്തവനെ അവൻ മറന്നു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. അവൻ ഉയരത്തിലേക്ക് നോക്കാതെ അവൻ താഴോട്ട് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ അവൻ ശാപിക്കപ്പെട്ടവൻ. അവരെ കുറിച്ച് ദൈവം പറയുന്നു, നീയോ ശാപിക്കപ്പെട്ടവനാണ്. ആമേൻ. നീയോ ശാപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. കാരണം ഹൃദയം കൊണ്ട് നീ ദൈവത്തെ വിട്ടുമായിരിക്കുന്നു. ഹൃദയം കൊണ്ട് നീ ദൂരെ ആയിരിക്കുന്നു. ഹൃദയം കൊണ്ട് നീ ലോകത്തിന്റെ മോഹത്തിലായിരിക്കുന്നു. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, നീയോ ശാപിക്കപ്പെട്ടവൻ, നീയോ ശാപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം, ഹല്ലേലൂയ, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന്, ആമേൻ, ലോകത്തിന്റെ അന്യ നിലവാരങ്ങളിൽ നിന്ന്, ആമേൻ, സ്വർഗം നമ്മളെ വീണ്ടെടുത്ത്, ആമേൻ, അവനെ ആരാധിക്കുവാൻ, അവനെ തിരിച്ചറിയുവാൻ, അവനെ മഹത്വപ്പെടുത്താൻ, അവന് നന്ദി പറയാൻ സ്വർഗം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് രാത്രികാല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ആമേൻ, ഹല്ലേലൂയ, അവന്റെ കൃപയാണ്, അവന്റെ ദയ കൊണ്ടാണ്, ഹല്ലേലൂയ, അവന്റെ ആ സ്നേഹം കൊണ്ടാണ്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം സമാധാനം ഉണ്ടാകാൻ കാരണം. ഹല്ലേലൂയ. ഒരു യഥാർത്ഥമായ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ അവന് കടഭാരം വന്നാൽ അവൻ അതിന് ഭയപ്പെട്ടു പോകത്തില്ല, അവൻ ചഞ്ചലിച്ചു പോകത്തില്ല, അവൻ കയറെടുക്കത്തില്ല, അവൻ വിഷക്കുപ്പി വാങ്ങിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ നാട് വിട്ടു പോകത്തില്ല. കാരണം അവന്റെ അകത്തളങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, അവന്റെ അകത്തളങ്ങളിൽ ഉറപ്പുണ്ട്. എന്നെ കരുതുന്നവൻ ഒരുവനുണ്ട്, എന്നെ കൈവിടാത്തവൻ ഒരുവനുണ്ട്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവന്റെ അകത്തളങ്ങളിൽ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ലോക മനുഷ്യനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവന്റെ മാനുഷ്യമായിരിക്കുന്ന ചിന്താ മണ്ഡലങ്ങളിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട്. എനിക്ക് ഇന്ന മേഖലയിൽ എത്തിച്ചേരുന്നാൽ എനിക്കൊരു വിടുതൽ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു അഭയമുണ്ട്, അവിടെ ഞാൻ വിജയിക്കുമെന്ന് അവൻ ചിന്തിക്കും. പക്ഷേ ഹല്ലേലൂയ, ലോക മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അവന്റെ ചിന്താമണ്ഡലങ്ങളെ അസ്തമിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. അവന്റെ ചിന്തകൾ അസ്തമിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. അവന്റെ ഓട്ടം നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവൻ അതിനപ്പുറമായി, അവന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് അതിനപ്പുറമായി പോകാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ പറയും, ഇനിയും എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, അവൻ ഈ പ്രതികൂലത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഈ കടഭാരത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഈ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ കഴിയത്തില്ല, എന്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ ഹല്ലേലൂയ മരണത്തിലേക്ക് നടന്നു നീങ്ങുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യനെ നോക്കിക്കൊണ്ട് ഭീരുവും ഭയവുമുള്ള മനുഷ്യനെ ദൈവം നോക്കിക്കൊണ്ട് പ്രവാചകൻ കൂടി പറയുകയാണ്, അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. രാത്രിക്കാലം ഞാനൊരു കാര്യം പറയാം. ചില കർത്താവിനെ അറിയാത്ത, ദൈവസന്നിധിയിൽ കടന്നു വരാത്ത ചില പള്ളിയിലുള്ള വിശ്വാസികളുണ്ട്. പള്ളിയിലുള്ള വിശ്വാസികൾ അവർ പള്ളിയിൽ പോകത്തിൽ, അവർ പള്ളിയായിട്ടുള്ള ഒരു ബന്ധവുമില്ല, പക്ഷെ അവർ ക്രിസ്ത്യാനിയാണ്. പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, പക്ഷേ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ലോകപരമായിരിക്കും ജീവിക്കുന്നത്. അവർ മദ്യപിക്കും, അവർ കഞ്ചാവ് വലിക്കും, അവർ ചീത്ത പറയും, അവർ എല്ലാ മ്ലേച്ഛതകളും ചെയ്യും.
അവർ ലോകപരമായി ജീവിക്കും. അവരുടെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനി എന്ന് അവരുടെ നെറ്റിയിൽ ബോർഡുണ്ട്. പക്ഷേ ജീവിതമില്ല. പക്ഷേ അവനെ കുറിച്ച് കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ അവനും ശപിക്കപ്പെട്ടവനാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ട നിലവാരത്തിൽ, കർത്താവ് പറയുന്ന നിലവാരത്തിൽ അവൻ തന്നെ അവന്റെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ അവൻ പള്ളിയിൽ അടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അടക്കുന്ന സ്ഥലത്തെ എങ്ങനെയാ വിളിക്കുന്നേ? തെമ്മാടിക്കുഴി. വിശുദ്ധന്മാരെ അടക്കുന്നതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലം. അതേ സമയത്ത് ക്രിസ്ത്യാനി എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് ലോകപരമായി ജീവിക്കുന്നവനെ അടക്കാൻ പ്രത്യേകമായിരിക്കുന്ന സ്ഥലം നിയമിച്ചിരിക്കുകയാ. ആ സ്ഥലത്തിനാണ് പറയുന്നത് തെമ്മാടിക്കുഴി, ശപിക്കപ്പെട്ടവനെ മറവ് ചെയ്യുന്ന സ്ഥലം. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായിട്ട് ബന്ധമില്ലാത്ത, ദൈവമായിട്ട് അടുപ്പമില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, അവൻ ആരായിക്കോട്ടെ, അവനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, അവൻ ശപിക്കപ്പെട്ടവനാണ്. അടുത്തത് വായിച്ചു. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. അടുത്തത് അവനെ കുറിച്ച് പറയുകയാണ്, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. മരുഭൂമിയിൽ നിൽക്കുന്ന ചൂരച്ചെടി പോലെ. നന്മ വരുമ്പോൾ അതിനെ കാണാതെ. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, നന്മ അവന്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും. മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. നന്മ അവന്റെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന സമയം വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ വായിക്കുകയാണ്, അവൻ മരുഭൂമിയിലേക്ക് കടന്നു പോകാനിടയായിത്തീരും. ഊവർ നിലങ്ങളിൽ പാർക്കാനിടയായിത്തീരും. അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം മരുഭൂമിയുടെ ഊവർനിലം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെന്ന് ചോദിച്ചാൽ അത് അനുഭവിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നന്മ കരങ്ങളിൽ കിട്ടി, പക്ഷേ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയാതെ വേണം സ്വർഗം അവനെ എടുത്തു ദൂരെ കളയുന്നതാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ചിലപ്പോൾ നന്മകളൊക്കെ പ്രാപിച്ചെന്നിരിക്കുക, പക്ഷേ അത് അനുഭവിക്കാനുള്ള യോഗം കർത്താവ് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറുതൊക്കെ ഉണ്ടാക്കി കൂട്ടിയെന്നിരിക്കുക, ചെറുതൊക്കെ കരസ്ഥമാക്കിയെന്നിരിക്കാം, പക്ഷേ അത് അനുഭവിക്കാൻ കഴിയാതെ വന്നാൽ, ഹല്ലേലൂയ, അത് നിനക്ക് വിനിയോഗിക്കാൻ കഴിയാതെ വന്നാൽ, ഹല്ലേലൂയ, ദൈവത്തെ മറന്നു ജീവിക്കുന്ന, ലോകത്തെ ആഗ്രഹിച്ച് ലോകത്തെ മോഹിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി വിളിച്ചു പറയുകയാണ്. അവൻ നന്മ നീ അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ നിന്നെ തകർത്തു കളയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ രോഗിയാക്കി മാറ്റുന്ന ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. അത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണോ നിന്നെ ഹല്ലേലൂയ അതിന്റെ സാധ്യതകളെ ഇല്ലാതാക്കി കളയുന്ന ഒരു തമ്പുരാനുണ്ടെന്ന്, ജീവനുള്ള ഒരു തമ്പുരാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് യെശയ്യാവ് കഴിഞ്ഞ് യെരമ്യാവ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്യമായത്. ഹല്ലേലൂയ. കർത്താവിനെ അറിയുന്നവനെ കുറിച്ചും കർത്താവിനെ അറിയാത്തവനെ കുറിച്ചും അവൻ തമ്പുരാൻ ഭക്തനിൽ കൂടി ആലോചന വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീയോ ശപിക്കപ്പെട്ടവനായി മാറും. നീയോ ശപിക്കപ്പെട്ടവനായി മാറും. നീയോ ദേശത്ത് നിന്ദാപാത്രമായി മാറും. അവൻ ദേശത്ത് നിന്നെ ബഹുമാനിക്കാൻ ആരുമില്ലാതിരിക്കും. അവൻ നിന്നെ ആദരിക്കാൻ ആരുമില്ലാതിരിക്കും. പക്ഷേ ഇന്ന് രാത്രിക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, ജീവനുള്ള ദൈവത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വന്നാൽ.
ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് വായിച്ചാട്ടെ. വായിച്ചു നിർത്തത് വായിച്ചോ, ഓർക്ക വായിക്കും. അതിന്റെ നമ്മൾ വായിച്ചതിന് 6, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയും ചോരയാക്കും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിൽ വായിച്ചു. നിനക്ക് നമ്മൾ വായിച്ചു പഠിക്കണം, പെട്ടെന്ന് വായിച്ചു പഠിക്കണം. അമ്മീ, നിനക്കുള്ള മീറ്റിംഗിലാണ് നമ്മൾ പെട്ടെന്ന് വായിച്ചു പഠിക്കണം. അയ്യോ, അതും മറന്നുപോയോ? 17-ന്റെ 6 ഏതാ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം. വായിച്ചു. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലത്തിലും പാർക്കും. ആമേൻ. അടുത്തത് പറയുന്നു 7. അടുത്തത് പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്ന പോരാ, യഹോവയെ ആശ്രയിക്കുന്ന മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നു. യഹോവയെ ആശ്രയം വെക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് നല്ല വ്യക്തമായിട്ട് വായിച്ചാട്ടെ. വായിച്ചു പഠിക്കണമല്ലോ. ആ വാക്യം, 7-ാം വാക്യം നീ വായിച്ചത് ഒത്തിരി പോരായ്മകളുണ്ട്. അത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയം വെക്കുന്ന, യഹോവയിൽ തന്നെ ആശ്രയം വെക്കുന്ന മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ പറയുകയാണ്, അവൻ ഭാഗ്യവാനാണ്. നമ്മൾ പുറകോട്ട് വായിച്ചു, അവൻ ലോകപരമായി ലോകത്തിന്റെ മോഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ വിളിച്ചു പറയുകയാണ്, അവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ രണ്ടാമത് വിളിച്ചു പറയുന്നു, കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ വിളിച്ചു പറയുകയാണ്, അവനോ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു. അവനെ കുറിച്ച് തമ്പുരാൻ വർണ്ണിക്കുകയാണ്, അവനെ കുറിച്ച് ആഴമായ വെളിപ്പാടുകൾ പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചിന്തിച്ചോണേ. ഹല്ലേലൂയ. ചുമ്മാ ഒരു വാക്ക് പറഞ്ഞ് തമ്പുരാൻ വിടുകയല്ല. അവനെ കുറിച്ച് പറയുന്നത് യേശുവിനെ അറിഞ്ഞ് തമ്പുരാനെ അറിയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ ആഴമായ വെളിപ്പാടിൽ കൂടി സംസാരിക്കുകയാണ്. അവൻ വെള്ളത്തിനരികെ ആരാണ്? യേശുവിനെ അറിയുന്ന, അവൻ ദൈവത്തെ അറിയുന്ന, ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ ആറ്റരികത്ത് വേരൂന്നി നിൽക്കുന്നതും വൃക്ഷം പോലെയാകുന്നു. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നു, അവനെ നട്ടിരിക്കുന്നത് ആറ്റിന്റെ അരികത്താണ്. അവനെ നട്ടിരിക്കുന്നത് അവൻ ഒരിക്കലും വറ്റിപ്പോകാത്ത, അവൻ ഹല്ലേലൂയ എത്ര വറുതി വന്നാലും, എത്ര ചൂട് അടിച്ചാലും വറ്റിപ്പോകാത്ത, അവനൊരു തോട് വറ്റിപ്പോകും, ഹല്ലേലൂയ ഒരു നിലം വറ്റിപ്പോകും, യേശുവിന്റെ നാമത്തിൽ ഒരു കിണർ വറ്റിപ്പോകും. പക്ഷേ ഇവിടെ ഭക്തനെ നട്ടിരിക്കുന്നത് എവിടെന്ന് ചോദിച്ചാൽ ആറ്റരികത്താണ് അവനെ നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണേ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, അല്ല, അവനെ നട്ടിരിക്കുന്നത് ആറ്റരികത്താണ്. ഉഷ്ണം തട്ടുമ്പോൾ ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ആമേൻ, വലിയൊരു ഉഷ്ണക്കാറ്റ്, വലിയൊരു ഉഷ്ണം, ആമേൻ, ഹല്ലേലൂയ, തട്ടുമ്പോൾ അത്
പേടിക്കയില്ല. ആമേൻ. അത് പേടിക്കത്തില്ല. ആമേൻ. അത് ഭയക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഒരു ദൂതിയാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. യഥാർത്ഥമായി ആമേൻ ആത്മാവിൽ ആമേൻ കർത്താവിനെ ആരാധിക്കുന്ന, ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ഹല്ലേലൂയ, സകലതും വിട്ടുകളഞ്ഞിട്ട് ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, അവന്റെ നേരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, അവന്റെ നേരെ എന്തെല്ലാം വെല്ലുവിളികൾ കടന്നു വന്നാലും, അവന്റെ നേരെ എന്തെല്ലാം തീപ്പന്തം കൊളുത്തി വന്നാലും അവൻ ഹല്ലേലൂയ പതറിപ്പോകത്തില്ല, അവൻ ക്ഷീണിച്ചു പോകത്തില്ല, അവൻ ഭയന്നു പോകത്തില്ല. കാരണം അവൻ നിൽക്കുന്നത് ആമേൻ ഹല്ലേലൂയ ആഴമേറിയ ഇറങ്ങി ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തക്കവണ്ണം പാലലി ഭാഗമുള്ള ആറ്റരികത്താണ് അവനെ നട്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഉഷ്ണം വരുമ്പോൾ അത് ഭയന്നു പോകത്തില്ല. ഉഷ്ണം വരുമ്പോൾ ഭയന്നു പോകത്തില്ല. കാരണം കഴിഞ്ഞ 2019 ലോകമൊട്ടുക്കെ ആമേൻ സകല പഞ്ചായത്തുകളിലും ആമേൻ ഒരു വലിയ ഭീതി പതിവാനിടയായിട്ടുണ്ട്. കൊറോണ. ഹല്ലേലൂയ. ആമേൻ. സകല മനുഷ്യനെയും ഭയപ്പെടുത്തിക്കൊണ്ട്, സകല മനുഷ്യനെയും ഭീതിപ്പെടുത്തിക്കൊണ്ട്, ആമേൻ പണക്കാരനെയും ഭാവനനെയും സകലരെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ആമേൻ വ്യാധി ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, സകലതും ത്യജിച്ചു കളഞ്ഞ് സകല മോഹങ്ങളെയും വിട്ടുകളഞ്ഞിട്ട് യേശുവിനെ മാത്രം മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, യേശുവിനെ മാത്രം ആമേൻ ഹല്ലേലൂയ, യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ആമേൻ ഹൃദയത്തെ പകർന്നു കൊടുത്ത ഒരു ദൈവവൈദ്യനും പതറിപ്പോയില്ല. ഒരു ദൈവവൈദ്യനും ആമേൻ ക്ഷീണിച്ചു പോയില്ല. ഒരു ദൈവവൈദ്യനും വീണുപോയില്ല. കാരണം എന്തെന്നറിയാമോ? അവനറിയാം ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. അവൻ ഞാൻ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് അവനറിയാം. എന്നെ നട്ടിരിക്കുന്നത് എവിടെയെന്ന് അവന് തിരിച്ചറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ സിസ്റ്ററെ. ഹല്ലേലൂയ. കാരണം ആമേൻ ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്ന ദൈവം ആമേൻ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ ഉണ്ടാക്കിയവനാണ്. അവൻ ഞാൻ സേവിക്കുന്ന ദൈവം അവൻ ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ ഞാൻ കാണുന്ന നക്ഷത്രങ്ങളെ തൂക്കിയിട്ടിരിക്കുന്ന ആകാശത്തെ വിരിച്ചവനാണ്. ഹല്ലേലൂയ. അവൻ ഞാൻ സേവിക്കുന്ന ദൈവം അവൻ സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചവനാണ്. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. ഞാൻ സേവിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ ഭയന്നു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ആ ദൈവത്തെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ഈ കൊറോണ വലിയ മൂർച്ചയിൽ ഇരിക്കുന്ന സമയം ആമേൻ എനിക്കൊരു ഫോൺ വന്നു. ആമേൻ നമ്മുടെ ജവാൻ നെല്ലിക്കുന്നം ജവാൻ ജോർച്ചാന്റെ ഭവനത്തിൽ ആമേൻ അവരുടെ രണ്ട് പേർക്ക് കൊറോണയായി. അവൻ ജോർച്ചാൻ അഡ്മിറ്റ് ആണ്. ഹല്ലേലൂയ. അവർ വീട്ടിലൊരാൾ കൊറോണയായിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു ഫോൺ വരാനിടയായിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ആമേൻ എന്റെ അടുത്ത് ദൈവാത്മാവ് പറഞ്ഞു നീ പോ ആമേൻ നീ ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആ ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്ന ദിവസമാണ്. ആമേൻ ഞാൻ കടന്നു ചെല്ലുന്ന ആ ദിവസം അന്ന് വൈകുന്നേരമാണ് ജോർച്ചാനെ ആമേൻ ഹല്ലേലൂയ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുവരും. ഞാനിതൊന്നും പറഞ്ഞില്ല. ആമേൻ ഞാൻ ചെല്ലുമ്പോൾ ജോർച്ചാൻ അവിടെ ഇരിപ്പോൾ അവൻ വളരെ ക്ഷീണ അവസ്ഥയിൽ ഇരിക്കുകയും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയപ്പെടരുത്. ആമേൻ ഹല്ലേലൂയ പേടിക്കരുത്. ഹല്ലേലൂയ ധൈര്യമായിട്ട് നീ ചെല്ല്. ആമേൻ ഞാൻ ചെന്നു. ഞങ്ങൾ ഇതോടെ അടുത്തൊരു സെറ്റിലിരിക്കുക അടുത്തടുത്തിരിക്കുകയാണ്. അടുത്തടുത്തിരുന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ആമേൻ അവിടുത്തെ ആമേൻ ബിജുവിന്റെ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞ ആമേൻ അച്ഛാന് കൊറോണയായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ബിജു അച്ഛാന് കൊറോണയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ഭയമൊന്നും എനിക്ക് തോന്നിയില്ല. ആമേൻ ഞാനിരുന്നു. എഴുന്നേൽക്കാൻ നേരത്ത് പോകാൻ നേരത്ത് ഞാൻ ജോർച്ചാനൊക്കെ അച്ഛാൻ പറഞ്ഞു. എഴുന്നേറ്റു. അച്ഛാനെ ഇങ്ങനെ പിടിച്ചു. ഹല്ലേലൂയ.
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ മടങ്ങി വീട്ടിൽ വന്നു. അവൻ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. എനിക്കറിയാം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഭീതിയാവും. ആമേൻ. 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആമീൻ ഞാൻ ഇന്നടത്ത് ചെന്നു. ആമീൻ. അവിടെ അവർക്ക് കൊറോണയായിരുന്നു, യുവതിച്ചാന് കൊറോണയായിരുന്നു, ബിജുവിന് കൊറോണയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അവരെടുത്തിരുന്നാണ് പ്രാർത്ഥിച്ചത്. ചാനത്തോളെ കൈയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുവാനായിരുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അത് ആമേൻ ഹല്ലേലൂയ എന്നെ ബാധിച്ചില്ല. അവൻ എനിക്കത് അങ്ങനെയുള്ള ഒരു ബാധയും ഏറ്റില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ആമേൻ നീ ഭയന്നു പോകത്തില്ല, കാരണം നീ ഭ്രമിച്ചു പോകത്തില്ല, കാരണം നിന്നെ നട്ടിരിക്കുന്നത് ആറ്റിന്റെ അരിവിലാണ്. ആമേൻ അടിക്കും. ആമേൻ ഹല്ലേലൂയ. ഉഷ്ണം അടിക്കത്തില്ലെന്നല്ല, ഉഷ്ണം അടിക്കും, പ്രതികൂലങ്ങൾ വരും. ആമേൻ. പക്ഷേ നിന്നെ നിർത്തിയിരിക്കുന്നത് വെള്ളത്തിന്റെ അരികിലായതുകൊണ്ട് ആമേൻ ഈ ഉഷ്ണം നിനക്ക് ഏൽക്കുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. ആമേൻ. അടുത്തത് ആഴമേറിയ ആമേൻ വ്യാഖ്യാനങ്ങളെ കൊടുക്കുകയാണ്. അതിന്റെ ഇല പച്ചയായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹത്തിൽ നടക്കുന്ന, ലോകത്തിന്റെ മോഹത്തിൽ പൂത്തുനിൽക്കുന്ന, ലോകത്തിന്റെ മോഹത്തിൽ അവൻ ഇരമ്പൽ തളർത്തു നിൽക്കുന്ന അവൻ വൃക്ഷങ്ങൾ ഇരവാടി പൊഴിയുമ്പോൾ ആയുസിന്റെ അന്ത്യത്തെ എത്തുന്നതിന് മുൻപേ ചിലതിന്റെ ഇലകൾ പൊഴിഞ്ഞു വീട് അത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ തമ്പുരാൻ പറയുന്നു, നിന്നെ നട്ടിരിക്കുന്നത് ആറ്റരിക്കത്തായതുകൊണ്ട് ഉഷ്ണമടിക്കും, പക്ഷേ നിന്റെ ഇല വാടിപ്പോകത്തില്ല, അത് പച്ചയായി നിൽക്കാനിടയായി തീരും. അടുത്തതോ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു. ആമേൻ. വരൾച്ചയുള്ള കാലത്തും ആമേൻ എല്ലാ വൃക്ഷങ്ങളും ആമേൻ കായ്ച്ച് ആമേൻ കായ്കൾ ചൂട് തട്ടി വാടി കൊഴിഞ്ഞു പോകുമ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആമേൻ ചില മേഖലകൾ ആമേൻ ഹല്ലേലൂയ ആമേൻ അതെനിക്ക് ലഭിക്കും, അതെനിക്ക് കിട്ടും, അനുഭവിക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആമേൻ ചൂട് തട്ടി, പ്രതികൂലം തട്ടി അതെല്ലാം നഷ്ടപ്പെട്ട് ആമേൻ ഹല്ലേലൂയ നിർമൂലനാശമായി മാറിപ്പോകുമ്പോൾ തമ്പുരാൻ പറയുന്നു, നിന്നെ നട്ടിരിക്കുന്നത് എവിടെ നിന്നറിയാമോ? നീരുറവുള്ളിടത്തായതുകൊണ്ട് നീ കായ്ക്കും, നീ ഫലത്തെ കൊടുക്കാനിടയായി തീരും. ആമേൻ. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമുള്ളതുമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞു തീർന്നിട്ട് അവിടെ അടുത്തത് വായിക്കുന്നു. ആമേൻ. ഹൃദയം എല്ലാറ്റിലും ആമേൻ കപടവും വിഷമുള്ളതും അത് ആരാഞ്ഞറിയുവാൻ ആർക്ക് കഴിയും? ആരാഞ്ഞറിയാൻ? യേശുവിന്റെ നാമത്തിൽ അവൻ ആർക്കറിയാം? അവൻ അതിനെ ആരാഞ്ഞറിയാൻ? അവൻ ലോകപരമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് അറിയാം അതിനെ ആരാഞ്ഞറിയാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, പ്രാർത്ഥിക്കുന്ന പൈതലെ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, അവൻ നിനക്ക് ഹൃദയങ്ങളെ ആരാഞ്ഞറിയുവാനുള്ളതായിരിക്കുന്ന അസാധാരണമായ കൃപാവരങ്ങളെ നിനക്ക് നൽകി തരും. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലമാണ് ഹൃദയങ്ങളെ അവൻ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ്. അവൻ ഹൃദയങ്ങളെ ദൂരവേ അറിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവം